ഹായ് കൂട്ടുകാരെ, മൈ ഹീറോസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രതീഷ്. ഞാൻ ഇന്ന് വന്നിരിക്കുക ഹാർലിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഹാർലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനപ്രേമികൾക്ക് ഒരു സ്വപ്നം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കത് ആ വണ്ടി ഒന്ന് സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഓടിക്കാനോ ആഗ്രഹമില്ലാത്ത ഒരു വാഹനപ്രേമി ഉണ്ടാവില്ല. അത് നമ്മളെ കൊണ്ട് സാധിക്കാറില്ല. കാരണം അതിന്റെ വില തന്നെയാണ്, കോസ്റ്റ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഇപ്പോൾ ഹാർലി ഹീറോയും ചേർന്ന് അതിന് നമുക്ക് സാധാരണക്കാർക്ക് നല്ല അതിനുവേണ്ടി ഒരു വില കുറച്ചൊരു വണ്ടി ഇറക്കിയിരിക്കുന്നത് X440. അതാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സണും ഹീറോയും ചേർന്ന് ഇറങ്ങിയാണ് വണ്ടി. X440 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 വേരിയന്റിലാണ് ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഒന്ന് ഡെനിം വേരിയന്റ് ആണ്, പിന്നെ ഒന്ന് വിവിഡ് വേരിയന്റ്, ഒന്ന് എസ് വേരിയന്റ് ആണ് ടോപ്പ്. എസ് വേരിയന്റ് ആണ് ഇത് കേട്ടോ. എസ് വേരിയന്റ് ഒറ്റ കളറാണ് വരുന്നത്. ഡെനിം ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ കളറിലാണ് വരുന്നത്. ഡെനിം എക്സ് വേരിയന്റ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D എംബ്ലം, അവരുടെ ലോഗോ 3D എംബ്ലമാണ് അവർ വരുന്നത്. പിന്നെ ഇതിന്റെ ഇതൊക്കെ കണക്ട് വരുന്നത് 2.0 കണക്ട് ആണ് വരുന്നതിന്. പിന്നെ ഇതിന്റെ അലോയില് ഡയമണ്ട് മെഷീൻ കട്ട് അലോയിലാണ്. അതിന്റെ സിലിണ്ടറിലും അതായത് ഈ എസ് വേരിയന്റ് സിലിണ്ടറിലും ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഒരു മെഷീൻ കട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ USB ഫോർക്കാണ്, 43 mm ഡൈ വരുന്ന USB ഫോർക്കാണ് ഇതിന്. അത് 3 വേരിയന്റിന് സെയിം തന്നെയാണ്. പിന്നെ ഓട്ടോമാറ്റിക് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് ഇത്. നമുക്ക് ഇത് 3 മോഡാണ്. ഒന്ന് ഡേ മോഡ് ഉണ്ട്, നൈറ്റ് മോഡ് ഉണ്ട്, പിന്നെ ഓട്ടോ മോഡ് ഉണ്ട്. ഓട്ടോ മോഡിലിട്ട് തന്നെ പകൽ സമയങ്ങളിൽ വെട്ടം കൂടുകയും രാത്രി വെട്ടം കുറഞ്ഞ് നിൽക്കുകയും ഇത് ഹാർലി ഡേവിഡ്സൺ എംബ്ലം നല്ല കത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും. ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. ഇതിന് ഫ്രണ്ട് ഡിസ്ക് വരുന്നത് 320 mm, ബാക്ക് ഡിസ്ക് വരുന്നത് 240 mm ആണ്. ഇതിന്റെ ഫ്രണ്ട് ടയർ വരുന്നത് 100/80/18, ബാക്ക് ടയർ വരുന്നത് 140/70/17 ആണ് ഇതിന്റെ ബാക്ക് ടയർ സൈസ് വരുന്നത്. പിന്നെ ഇതിന്റെ ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി 13.5 ലിറ്റർ ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഫുൾ മെറ്റൽ ബോഡിയാണ്. പിന്നെ നമ്മൾ എഞ്ചിൻ ഭാഗത്ത് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എഞ്ചിൻ പവർ പറഞ്ഞാൽ ഒരു 6000 RPM 27 bhp പവറും ഒരു 4000 RPM 38 Nm ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് ആണ്. ഇതിന്റെ സാധാരണ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളുടെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ പുഷിംഗ് ആണ്. ശരിക്കും ഇത് വലിക്കാണ്. അതായത് ക്ലച്ച് അത്ര സ്മൂത്ത് ആയിരിക്കും ഇതിന്റെ ക്ലച്ച്. പിന്നെ ഓയിൽ കൂൾഡ് വണ്ടിയാണ്. ഇതിന്റെ ഓയിൽ പമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പവറാണ്. ശരിക്കും നമ്മൾ വലിയ വണ്ടികൾ, വലിയ ഇപ്പൊ ടാറ്റ സുമോ അങ്ങനെയുള്ള വണ്ടികളിലുള്ള അത്രയ്ക്ക് പമ്പിംഗ് ആണ് ഇതിന് വരുന്നത്. അത്രയ്ക്ക് കൂളിംഗ് ആണ് ഇതിൻ്റെ. പിന്നെ ഈ ഹാർലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ എക്സോസ്റ്റ് ആണ്. എക്സോസ്റ്റിലെ ഏറ്റവും സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ഈ വണ്ടി ഇറങ്ങിയാൽ നമ്മൾ അവരുടെ എക്സോസ്റ്റിനാണ് ഏറ്റവും അവർ പ്രാധാന്യം കൊടുത്തത്. അതിന്റെ സൗണ്ട് നമ്മളകത്ത് വീട്ടുമുറ്റത്തെ വണ്ടി വന്നു കഴിഞ്ഞാൽ ഹാർലിക്ക് ഒരു പ്രത്യേക ഒരു സൗണ്ടാണ്. അത് ആർക്കും അറിയാൻ പറ്റും, അത്ര പവറാണ് അതിന്റെ സൗണ്ട്. അതിന്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കേൾക്കാം. പിന്നെ ഇതിന്റെ ബാക്കിൽ വരുന്ന 2 ഷോക്കാണ്, ഗ്യാസ് ചാർജബിൾ ഷോക്കാണ്. 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റ്, സാധാരണ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിന്റെ മീറ്റർ വരുന്നത് 3.5 inches മീറ്റർ ആണ്. TFT ഡിസ്പ്ലേ എന്നാണ് പറയുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് എസ് വേരിയന്റ് 2.0 കണക്ട് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകം നമുക്ക് ഇപ്പൊ മൊബൈലിൽ ഇത് കണക്ട് ചെയ്ത് ഇതിന് ആപ്പ് വഴിയാണ്. HD ആപ്പ് ഉണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് വഴി ഇതിലേക്ക് കണക്ട് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ അപ്പൊ നമുക്ക് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ മൊബൈലിൽ പാട്ട് വെച്ചാൽ അല്ല മൊബൈലിൽ വോളിയം കൂട്ടാനോ അല്ലെങ്കിൽ ഇത് കോൾ എടുക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇതിന്. ഇതൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സ്വിച്ച് തന്നെ ഇതിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിന് നമുക്ക് മെനു ഇത് ചെയ്യാം. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ലെഫ്റ്റ് സൈഡിൽ സ്വിച്ച് തന്നെയാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ ഇതിന്റെ ഹോൺ പിന്നെ ഇൻഡിക്കേറ്റർ നല്ല സ്മൂത്ത് സ്വിച്ച് ആണ്. പിന്നെ ഇതിന്റെ ഡിമ്മം ബ്രൈറ്റും വരുന്നത് ഇതുമ്പോൾ തന്നെയാണ്. പാസ് ലൈറ്റും ഒക്കെ ഇത് തന്നെയാണ്. ഡിമ്മം ബ്രൈറ്റും വരുന്നത്, പാസ് ലൈറ്റും വരുന്നത് ഇതുമ്പോൾ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓൺ ഓഫ്, സ്റ്റാർട്ട്, പിന്നെ സ്വിച്ചും വരുന്നുണ്ട്. ഇത് വിവിഡ് മറ്റേ സെക്കൻഡ് വേരിയന്റ് ആണ്. വിവിഡ് വേരിയന്റ് ആണ്. ഇതിന് 2 ടൈപ്പ് കളറാണ് വരുന്നത്. ഒന്ന് മെറ്റാലിക് തിക്ക് റെഡും ഒന്ന് മെറ്റാലിക് ഡാർക്ക് സിൽവർ എന്ന 2 കളറാണ് വരുന്നത്. മറ്റേ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ അലോയ്ക്ക് ആ കട്ടിങ് മെഷീൻ കട്ടിങ് ഇല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന് വണ്ടിയുടെ നോർമൽ ഇത് തന്നെയാണ്. ബാക്കി ഓൾമോസ്റ്റ് ഉള്ള സെയിം തന്നെയാണ്. പിന്നെ ഇതിന് ബ്ലൂടൂത്ത് ആണ്. ബ്ലൂടൂത്ത് ഇതിനും ഡെനിമിനും ബ്ലൂടൂത്ത് ആണ്. പിന്നെ ഇതിന്റെ വില വരുന്നത് 2,59,500 ഇതിന്റെ വില വരുന്നത്. പക്ഷേ നമ്മുടെ ടോപ്പ് വേരിയന്റ് വരുന്നത് 2,79,500 ടോപ്പ് വേരിയന്റിന്റെ വില വരുന്നത്. അങ്ങനെ 20 രൂപയുടെ വ്യത്യാസം ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. നമ്മളിതിന്റെ ഓവറോൾ ലെങ്ത് പറയുകയാണെങ്കിൽ 2,868 mm, വിഡ്ത്ത് പറയുകയാണെങ്കിൽ 858 mm വരുന്നത്. ഹൈറ്റ് പറയുകയാണെങ്കിൽ ഒരു 1,136 mm ഹൈറ്റ് വരുന്നുണ്ട്.
വീൽ ബേസ് വരുന്നത് 1418 വീൽ ബേസ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇതിന്റെ വിവിഡ് വേരിയന്റ് എസ് വേരിയന്റിന്റെ വെയിറ്റ് വരുന്നത് 190.5 ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഡെനിമിന് 194.5 വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ റിയർ ഗ്രിപ്പ് നല്ലൊരു അടിപൊളി നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് രണ്ട് ഗ്രിപ്പ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ബ്രേക്ക് ടൈലേറ്റും ഇൻഡിക്കേറ്റർ ആണെങ്കിൽ തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന ടൈപ്പ് ഇൻഡിക്കേറ്റർ അല്ല. പിന്നെ ഇതിന്റെ ബ്രേക്ക് ഡിസ്ക് പറയുകയാണെങ്കിൽ ടർബൻ ടൈപ്പ് ബ്രേക്ക് ഡിസ്ക് ആണ് ഇന്ന് വരുന്നത് കേട്ടോ. നമ്മൾ ഇതിന്റെ ഹാൻഡിലിന്റെ പൊസിഷനും നമ്മൾ ഇരിക്കുന്ന ഒരു ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല അത്രയ്ക്ക് നമ്മളിപ്പോൾ ലോങ് പോയാലും നമുക്ക് നടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല അത്രയ്ക്ക് കംഫർട്ടാണ്. അറിയാലോ ഹാർലി ഡേവിഡ്സനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം പിന്നെ ഇതിന്റെ വില വ്യത്യാസം ഹീറോ ഇത് അത്യാവശ്യം നമ്മൾ ഒരു 440 cc നമുക്കൊരു വണ്ടി ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഗുണം എപ്പോഴും ആ ഒരു ഹാർലിയുടെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള എൻ്റെ ഇത്. കാരണം സ്വിച്ചസിലായാലും നമ്മൾ എന്ത് സ്വിച്ചസ് തന്നെ അതിന്റെ അത്ര സ്മൂത്താണ്. വണ്ടി ഓടിക്കാനും നല്ല അടിപൊളിയാണ്. എല്ലാവരും നമ്മൾ ആലുവയിലും മെജയിലും വന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ ഒന്ന് വണ്ടി എടുത്തില്ലെങ്കിൽ നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കണം. കാരണം അത്രയ്ക്ക് രസം വണ്ടി ഓടിക്കാനായിട്ട്. നമ്മൾ സാധാരണക്കാർക്ക് ഓടിക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. കാരണം ആദ്യം ഹാർലി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പമല്ല. നമ്മളെ കൊണ്ട് സാധാരണക്കാർക്ക് ഓടിക്കാൻ പറ്റുന്നത് ഇപ്പോൾ വണ്ടിയല്ലായിരുന്നു. ഇപ്പോൾ ഹീറോ ആയിട്ട് ചേർന്ന് നല്ലൊരു സാധാരണക്കാർക്ക് ആർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ ഒരു വണ്ടി ഇറക്കിയേക്കണേ. 440 cc തന്നെ ആ നല്ല പവറിലും. അപ്പോൾ കൂട്ടുകാരെ, ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതിന് ലൈക്ക് ചെയ്ത് അതിന്റെ പോരായ്മകൾ പറഞ്ഞ് അതിനൊരു കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ സഹായിക്കുക. പിന്നെ ഈ വണ്ടിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളിൽ പറഞ്ഞു തരാം. ഇതാണ് ഇപ്പൊ ഇതിന്റെ ഈ എസ് വേരിയന്റും വിവി വേരിയന്റും ഡെനിം വേരിയന്റിന് അലോയ് വീൽ അല്ല, അതിന് സ്പോക്സ് വീലാണ് വരുന്നത്. അത് നമുക്ക് നിലവിൽ ഇപ്പൊ നമുക്ക് കാണിക്കാനായിട്ട് നമ്മുടെ കസ്റ്റഡിയിലില്ല. രണ്ട് മോഡലാണ് നമ്മുടെ അടുത്ത് ആകെ വന്നിട്ടുള്ളൂ. ആ രണ്ട് മോഡലാണ്, ഒന്ന് ഡെനിം വേരിയന്റും ഒന്ന് ഡെനിം വേരിയന്റ് ഇല്ല, വിവിഡ് വേരിയന്റും എസ് വേരിയന്റും ആണ്. എസ് വേരിയന്റ് ആണ് ഇവൻ വിവിഡ് വേരിയന്റ് ആണ്. ഇതിന്റെ പ്രത്യേകത ഇത് സ്റ്റിക്കർ 2D എംബിളാണ്. ഇത് സ്റ്റിക്കർ ടൈപ്പ് ആണ്. അതാണ് ഈ വിവിഡ് വേരിയന്റ് പ്രത്യേകത. 2D എംബിളാണ്, സ്റ്റിക്കർ ടൈപ്പ് ആണ്. പിന്നെ അവരുടെ എഞ്ചിന്മേ തന്നെ അവരുടെ ലോഗോ വന്നിട്ടുണ്ട്. അത് ഹാർലിയുടെ ലോഗോ എഞ്ചിന്മേ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ടോപ്പ് വേരിയന്റിന്റെ അവരെ 3D എംബിളാണ് അവർ കൊടുത്തിരിക്കുന്നത്. ടോപ്പിന്റെ 3D എംബിളാണ്. അതാണ് അവരുടെ പ്രത്യേകത. ടോപ്പിന്റെ പ്രത്യേകത. പിന്നെ 2.0 കണക്ട് ആണ്. മറ്റന്മാരെ ഇതാണ്. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും അടുത്ത പുതിയ നല്ല വണ്ടിയായിട്ട് ഞാൻ വീണ്ടും വരും. എന്റെ അറിവിൽ കഴിയുന്നത് ഞാൻ സംസാരിക്കാം. എന്റെ അറിവുകൾ ഞാൻ പങ്കുവയ്ക്കാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ ബൈ.